പലരും മനസ്സിലാക്കിയത് മയ്യിത്ത് കുളി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമാണ്, എന്തൊക്കെയോ കാണാതെ പഠിക്കണമെന്നാണ്. അങ്ങനൊരു വിഷയം ഈ മയ്യിത്ത് കുളിക്ക് ഇല്ല എന്നുള്ളതാണ്. ഏത് വാപ്പാരെ എപ്പോൾ മരിച്ചാലും ഏത് മക്കൾക്കും കുളിപ്പിക്കാൻ കുറഞ്ഞ ഒരു എക്സ്പീരിയൻസേ വേണ്ടവോ, അധികമൊന്നും വേണ്ട. എനിക്കതിൻ്റെ നെയ്യത്തറിഞ്ഞൂടാ, എങ്ങനെയാണ് എനിക്കതിൻ്റെ വിഷയങ്ങളൊന്നും പറഞ്ഞൂടാ എന്നൊന്നും പറയാതെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നതാണ്. അത്ര വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് മയ്യിത്ത് നിസ്കാരവും മയ്യിത്ത് കുളിയും ഒക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വാക്കൽ ഗുസ്ൽ, എന്താണ് ഒരു മയ്യിത്ത് കുളിപ്പിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ളൊരു മയ്യിത്ത് കുളി. തഅ്മീമു ബദനിഹി ബഅദ ഇജാലത്തിൻ നജസ്, അവന്റെ ശരീരത്തിലെ നജസ്സുകളും മാലിന്യങ്ങളും ഒക്കെ നീക്കിയതിന് ശേഷം, വായ വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം, മൂക്ക് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം, അവന് ശൗചം ചെയ്ത് കൊടുത്തതിന് ശേഷം, അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലും മ്ലേച്ഛമായ അതൊക്കെ കഴുകിക്കളഞ്ഞതിന് ശേഷം ശരീരമാസകലം വെള്ളം ചേരലാണ്. ഏത് കുളിക്കും രണ്ട് നിർബന്ധമായ ഫറള് കുളിക്കുകയാണെങ്കിൽ രണ്ട് ഫറളുകളാണുള്ളത്. വളുവിന് 4-5-6 ഫറളുകളുണ്ട്. ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, നല്ലതാണ്. നമ്മളൊക്കെ നിർബന്ധ കുളി കുളിക്കേണ്ട ആളുകളെ, ഹയാത്തുള്ള ആളുകൾ, മരിച്ച ആളുകളെ കുളിപ്പിക്കേണ്ടവരുമാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങളുമൊക്കെ? 2 ഫറള് നമ്മളെ കുളിക്കുവാണ്. എത്രയോ ആളുകൾ അതിലും വളരെ 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 രീതിയിൽ മോശമായ രീതിയിലുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കുളിക്കാത്തവരാണ്, കുളിക്കേണ്ട നിയ്യത്ത് ചെയ്യാത്തവരാണ്, എപ്പോഴെങ്കിലും കുളിക്കുന്നവരാണ്. ഇതൊക്കെ ഒരു വലിയ വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ വലിയ ശുദ്ധിയുള്ള ആണുങ്ങന്മാർ, അവർ കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാതെ കുളിക്കുന്ന കുറെ ആളുകളുണ്ട്. കുളിക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തുകൾ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിയ്യത്തില്ലാതെ ഒരു കാര്യം നടക്കൂല. നമ്മൾ വെള്ളിയാഴ്ചന്റെ ജുമാന്റെ സുന്നത്ത് കുളിയും കുളിച്ചിങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ സാധാരണ കുളിക്കും പോലെ കുളിച്ചു പോന്നാൽ കുളിയാകും, ശരീരം വൃത്തിയാകും. ജുമാന്റെ സുന്നത്ത് കുളിയാവൂല. എന്തുകൊണ്ട്? നിയ്യത്തോടുകൂടി ഞാൻ ജുമാന്റെ സുന്നത്ത് കുളി കുളിക്കുകയാണ് എന്നുള്ള നെയ്യത്തോടുകൂടി പള്ളിയിലേക്ക് വരുമ്പോ ഇന്ന് എത്ര ആളുകൾ ആ നെയ്യത്ത് ചെയ്തിട്ടുണ്ടാവണം? എത്ര ആളുകൾ ചെയ്തിട്ടുണ്ടാവണം? നെയ്യത്തുണ്ടെങ്കിലേ അത് നിസ്കാരമാണെങ്കിലും സുന്നത്തായ കർമ്മങ്ങളാണെങ്കിലും ഫറളായതാണെങ്കിലും ഏത് കാര്യങ്ങളും അത് നെയ്യത്താണ് മർമ്മപ്രധാനം. നെയ്യത്തില്ലാതെ പോയാൽ അത് പൂർണ്ണമായ രീതിയിൽ തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് നിയ്യത്ത് വേണം. സാധാ കുളിക്ക് 2 ഫറളാണെന്ന് നിയ്യത്ത് ചെയ്യണം. ശരീരമാസകലം വെള്ളമാക്കണം. ശരീരമാസകലം വെള്ളമാക്കുന്നുണ്ട്, നിയ്യത്ത് ചെയ്യാറില്ല. ഞാൻ പറയുന്നു, ഒരു 10-20 വയസ്സുള്ളൊരു കുട്ടിയോട് അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാട് കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ. കുടിക്കാറുണ്ട്, നിയ്യത്ത് ചെയ്യാറില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, അവന്റെ നിസ്കാരം ശരിയാവൂല. അവന്റെ ഒരു കർമ്മങ്ങളും ഈ രീതിയിലുള്ള ഒന്നോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മങ്ങളും പള്ളിയിലേക്കൽ ഹറാമാണ്. നിസ്കാരം മുഴുവനും മാറ്റിലാണ്. കാരണം കുളിച്ചിട്ടില്ല. നിയ്യത്ത് ചെയ്ത് കുളിക്കുമ്പോഴാണ് അവൻ ആ ഫറളായ കുളി വീടുന്നത്. എന്നാലോ മയ്യിത്ത് കുളിക്കുമ്പോഴോ അതിന് ഒറ്റ ഫറള് മാത്രമേ ഉള്ളൂ. നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ലെന്നാണ്. കാരണം മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അവൻ പറയാം, ഞാൻ മയ്യിത്ത് കുളിപ്പിക്കുന്ന മയ്യിത്ത് കുളിപ്പിക്കുന്നു എന്ന് കരുതാം, നിസ്കാരത്തെ ഹലാക്കാൻ വേണ്ടി. കാരണം മയ്യിത്ത് നിസ്കരിക്കണമെങ്കിൽ കുളിപ്പിക്കണ്ടേ, ആ നിസ്കാരത്തെ ഹലാക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുളിപ്പിക്കാൻ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. അതുകൊണ്ട് എനിക്ക് നെയ്യത്തറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാ കുറെ ആളുകളെയും മയ്യിത്ത് കുളിന്ന് പിന്മാറാറുള്ളത്. മഹാന്മാരായ ആളുകൾ അത് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾ മരണപ്പെടുമ്പോൾ അവൻ ഒരു പുതിയ യാത്രയിലാ ഉള്ളത്, ഒരു പുരിയാപ്പിള പോക്കിലാ ഉള്ളത്. അവനെ കുളിപ്പിക്കുന്നു, അവനെ വസ്ത്രം ധരിപ്പിക്കുന്നു, എല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, അവനെ ഇനി കൊണ്ടുപോയിട്ട് അവനെ കബറിൽ കടത്തുമ്പോൾ പുതിയാപ്പിള പറഞ്ഞ വെറുതെ പറഞ്ഞതല്ല. കബറിൽ കടന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എല്ലാം തീർന്ന് മറുപടി പറഞ്ഞതിന് ശേഷം അവനോട് പറയപ്പെടും, മണിയറയിൽ കിടക്കുന്ന പുതുമാണവാണെപ്പോൾ നീ കിടക്കണം. വീട്ടിൽ നിന്ന് ആളുകളൊക്കെ ഒരുക്കി അയച്ചതാണ്. നല്ല വസ്ത്രം വഹിച്ച് വസ്ത്രം ആക്കി വിട്ടുകൊണ്ട് അത്ര പൂശി നല്ല രീതിയിൽ അവനെ കബറിലേക്ക് യാത്ര അയച്ചതാണ്. അതുകൊണ്ട് അവനോട് ഇനി ഉറങ്ങിക്കോളൂ.
സുഖമായ സുഖനിദ്രയിലാണ്. സ്വർഗീയമായ ആരാമങ്ങളിൽ സ്വർഗീയമായ സന്തോഷങ്ങൾ കണ്ട് ഒരു മണിയറയിൽ കിടക്കുമ്പോൾ അവനെ വിളിച്ചോർത്തുന്ന പുതുമണവാട്ടിയാണ്. ആ പ്രതീക്ഷയോടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പുതിയാപ്പട നോക്കാൻ അങ്ങനെ പോകുമ്പോൾ ശരിക്ക് കുളിപ്പിച്ചുകൊണ്ടാവണം പോണ്ടത്. ഇന്ന് ചില ആളുകളൊക്കെ കുളിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ചില ആളുകളൊക്കെ ഇന്ന് ആ ആശുപത്രിയിലും മറ്റും അപകടങ്ങളിലൊക്കെ പെട്ട് മോർച്ചറിയിലൊക്കെ കിടന്ന് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സർജറികൾ കിടന്ന ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ തുന്നലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചതിൻ്റെ പശകളൊക്കെ ഉണ്ടാവും ശരീരത്തിൽ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരാൾ വലിയ ശുദ്ധീവൃത്തി കുളിച്ചു വന്നതിന് ശേഷം പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ട് ടാറുണ്ട്, അല്ലെങ്കിൽ വെള്ളം ചേരാത്ത ഇടമുണ്ട്. കുളി ശരിയായിട്ടില്ല. പക്ഷെ ഇനി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ ഭാഗം കഴിയാൻ മതി. അവിടുത്തെ മുഴുവൻ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വധുവിൻ്റെ പോലെ തെർത്തീബ് നിർബന്ധമല്ലാത്തത് കൊണ്ടാണത്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടി കുളിക്കുമ്പോൾ ശരീരത്തിൽ അവിടെ തട്ടാത്ത ഭാഗം നഖത്തിൻ്റെ ഉള്ളിൽ ചളിയാണെങ്കിൽ പോലും കുളി ശരിയല്ല. നിർബന്ധമായ കുളി ശരീരമാസകലം വെള്ളം ചേരണമെന്നാണ്. പക്ഷേ വെള്ളം ചേരാത്ത ഇടങ്ങളാണ് പല മയ്യിത്തുകൾക്കും ഉണ്ടാകുന്നത്. അത് ശ്രദ്ധിക്കാതെയാണ് ചില ആളുകൾ കുളിപ്പിക്കാറുള്ളത്. ശരീരമാസകലം വെള്ളം ചേരണമെന്നുള്ള നിർബന്ധമായ ഫറള് അതിന് വീഴാത്തത് കൊണ്ട്, അത് കുളി ശരിയാവാത്തത് കൊണ്ട് ആ മയ്യിത്തിന്റെ പേരിൽ നിസ്കാരം പോലും ശരിയാവൂല എന്നാണ്. കുളിപ്പിക്കണം എന്നെങ്കിലേ ശരിയാവാൻ പറ്റുള്ളൂ. ഇന്ന് അധികവും ഇങ്ങനെയുള്ള ശരീരങ്ങളിലൊക്കെ ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യിത്തുകൾ ഉണ്ടാകും. വയറൊക്കെ തുന്നിയിട്ടാ കൊണ്ടുവരിക. ആ തുന്നിന്റെ മടക്കേടിലേക്ക് വെള്ളം ചേരാൻ പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ വന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വന്നാൽ മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പണ്ട ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ തയമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നമുക്ക് വളുവിന് പകരം കുളിക്ക് പകരം രണ്ടിന് ഉപയോഗിക്കുന്നതാണ്. മുഖത്തും കയ്യിലും മണ്ണുപയോഗിച്ചുകൊണ്ട് തയമ്മം ചെയ്തുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെടാറുള്ളത്. അതൊക്കെ നമ്മൾ ശരിക്കും ഏത് സന്ദർഭങ്ങളിലും പഠിക്കേണ്ടതാണ്. വമൻ തയമ്മം ചെയ്യേണ്ട ചില രൂപങ്ങളാണത്. ഒരാളെ കുളിപ്പിക്കാൻ വെള്ളമില്ല, അല്ലെങ്കിലോ ശരീരത്തിലേക്ക് വെള്ളം ആകുമ്പോൾ ശരീരമൊക്കെ ആകെ നശിച്ചു പോകും. ഈ ഒരവസ്ഥയിലുള്ളത്. എന്നാലൊക്കെ തയമ്മം ചെയ്തു കൊടുത്താൽ മതി മയ്യിത്തിന് എന്നാണ്. അതേപോലെ മയ്യിത്തിന്റെ ശരീരത്തിൽ വെള്ളം ചേരാത്ത ഇടങ്ങളുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ആ മയ്യിത്തിന് തയമ്മം ചെയ്തു കൊടുക്കണം. വെള്ളം ചേരാത്ത ഇടക്ക് ജീവിച്ചിരിക്കുന്ന ഒരാള് തയമ്മം ചെയ്യേണ്ട കെട്ടോ മറ്റോ ഉണ്ടെങ്കിൽ തയമ്മം ചെയ്യേണ്ടതുപോലെ മരണപ്പെട്ടു പോയ ഒരാളെ ശരീരത്തിൽ വെള്ളം ചേരാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ വെള്ളം ചേരാൻ പറ്റുന്ന എല്ലാ രീതിയിലും നോക്കി പരാജയപ്പെടുകയാണ്. എല്ലാ രീതിയും നോക്കി പരാജയപ്പെട്ടു. തുന്നിന്റെ ഉള്ളുകളിലേക്കൊന്നും ഈ വെള്ളം ചേരൂലല്ലോ. അവന് തയമ്മം ചെയ്തു കൊടുക്കണം. അത് നിർബന്ധമാണ്. അത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോണതാണ്. മാർക്കം ചെയ്യാത്ത ചെറിയ കുട്ടികൾ, ലിംഗച്ഛേദം നടത്താത്ത ആളുകൾ, ലിംഗച്ഛേദി എന്ന് പറഞ്ഞല്ലേ, അത് ചെയ്യാത്ത ആളുകൾ, അങ്ങനത്തെ കുട്ടികളുടെ അതിൻ്റെ അകത്തേക്ക് തൊലിയുടെ അകത്തേക്ക് വെള്ളം ചേരൂല്ല. അവർക്കും തയമ്മം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? അവർക്കൊന്നും ഈ മയ്യിത്ത് ഒളിപ്പിക്കുന്ന ആളുകളെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ വിഷയങ്ങളും, എന്നാൽ ആ മയ്യിത്തിനോട് നമ്മൾ ഏറ്റവും വലിയ ക്രൂരതയുമാണത്. ആളുകൾ നിസ്കരിച്ചില്ലേ, നിസ്കാരം ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട വാദം മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്കുള്ളതാണ്. മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്കുള്ളതാണ്. മഹാന്മാരായ ആളുകൾ ഇത് നമുക്ക് പഠിപ്പിച്ചതാണ്. വല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. മരണമെന്ന് പറയുന്നത് നമുക്ക് ഉള്ളൊരു ഗിഫ്റ്റല്ല. ഇത് നമുക്കത് അള്ള നൽകുകയാണ്. ഇവിടുന്ന് പോകേണ്ടതാണ് എല്ലാവരും. ഇപ്പൊ ഇന്നലെയാണ് 2-3-4 പെൺകുട്ടികൾ പാലക്കാട് റോഡ് സൈഡ് നടന്നു പോകുന്ന കുട്ടികളാണ് പെട്ടെന്ന് മരിച്ചു പോയത്. അപകടത്തിൽ പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞോട് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതാണ്. നൂഹ് നബി വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ മുന്നറിയിപ്പുകാരനാണ്. അനിഉബുദുല്ലാഹ വത്തഖൂ, അല്ലാഹുവിനെ നിങ്ങൾ കാത്തോളൂ. വാതിഊൻ, എനിക്ക് നിങ്ങൾ വഴിപ്പെടുവീൻ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വത്തഖൂഹു വാതിഊൻ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങൾക്ക് തെറ്റുകൾ പൊറുക്കാനാണ് വേണ്ടത്. എന്നിട്ട് പറയുന്നു വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ, നിങ്ങൾക്കൊക്കെ ഒരു അവധിയുണ്ട്. അവിടെ എത്തിയാൽ എല്ലാവരും അതിന് വഴിപ്പെട്ടോളണം.
ഇന്ന അജലല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ അവധി, ഇദാ ജാ, അതിന്റെ സമയം വന്നാൽ, ഒരുപക്ഷെ സ്കൂൾ വിട്ട് പോകുന്നവരാകും, അല്ലെങ്കിൽ രാത്രി കടന്നുറങ്ങുന്നവരാകും. 4-5 നമ്മുടെ വെളിപാടകല മരണപ്പെട്ടത്. അത് മലയാളികളല്ലാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ്. അത് അവരുടെ രാജ്യത്ത് വലിയ വിഷയമാവാം, നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ്. ഇദാ ജാ ലാ യുഅഖറു ലൗ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുമെങ്കിൽ അല്ലാഹു തആലയുടെ അവധി വന്നാൽ ഒരാൾക്കും പിന്നീട് എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ മരണം എന്ന് പറയുന്നത് അത് മുഅ്മിനീങ്ങളുടെ ഗിഫ്റ്റാണ്. ഈ ദിർഹമും ദീനാറും ഒക്കെ അത് മുനാഫിക്കിന്റെ, അതിൽ അവർ സുഖം കണ്ടെത്തുകയാണ്. ദിർഹമും ദീനാറും ഒക്കെ അതിന്റെ വാട നിനക്ക് ഉപയോഗിക്കാതെ വന്നാൽ അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രയാസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൈശാചികമായ കെണിവലകളിൽ നിന്ന് രക്ഷ നേടുക എന്നത് മരണത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ഒന്നുണ്ടാവില്ല, നമ്മളെ വീടോ കുടുംബമോ സമ്പത്തൊന്നും ഉണ്ടാവില്ല. താഴ്സാന്ന് ക്ഷമിച്ചോളൂ. ഭൂമിയിലൊന്നും ഉണ്ടാവില്ല. ഒരു സംരക്ഷണം കൊടുക്കുന്ന ഒരു മന്ത്രി ഉണ്ടാവൂല. അല്ല വിധിച്ചതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. ഇതിനടുത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടതിന് ശേഷം മറ്റൊരു രാഷ്ട്രമാക്കി നമ്മൾ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മുജീബുർ റഹ്മാന്റെ രാഷ്ട്രപിതാവായ രാജ്യം, അവിടെ പതിറ്റാണ്ടുകളോളമാണ് ഒരു പെണ്ണ് ഭരണം നടത്തിയത്. എല്ലാ സുഖാഡംബരങ്ങളോടും കൂടി എല്ലാം ഉണ്ട്. പട്ടാളവും പോലീസും കൊട്ടാരവും ഉണ്ട്. വിട്ടെറിഞ്ഞു പോകാൻ ഒരൊറ്റ നിമിഷം മാത്രമേ വേണ്ടിയുള്ളൂ. അതൊക്കെ സമയം വന്ന് അത്രേ ഉള്ളത്. ഒന്നുമല്ല ഇത്. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നാണ്. ഇപ്പോഴും നമ്മൾ അതിന്റെ അലയടികൾ തീർന്നിട്ടില്ല. എല്ലാ മുല്ലപ്പൂ വിപ്ലവങ്ങളെയും അതിജയിച്ചടിച്ചമർത്തിയ സാക്ഷാൽ ബഷാറുൽ അസദ്, സിംഹത്താന്റെ പേരുള്ള മനുഷ്യൻ അഭയം തേടിയിരിക്കുകയാണ്. കൈവശം കിട്ടിയ എന്തെങ്കിലുമൊക്കെ ബാഗിലുണ്ടെങ്കിൽ അത് മാത്രമുണ്ട്. പുട്ടിൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പുട്ടും ചായയും കുടിച്ച് ജീവിക്കേണ്ട ഗതികേട് ആ മനുഷ്യന് വന്നിരിക്കുകയാണ്. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. മരണവും അങ്ങനെ തന്നെയാണ്. മഹാനായ സദ്ദാം ഹുസൈൻ അല്ലാഹ് പുറത്തു കൊടുക്കുമാറാവട്ടെ, എത്ര 10-20 വർഷക്കാലം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഞാനല്ലാതെ മറ്റാരോ എന്ന് ചോദിച്ചാൽ ആരുമില്ലാത്ത രാജ്യത്ത് അവസാനം ഗുഹക്കകത്ത് ജീവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളാണ്. അപ്പൊ ഭൂമുഖം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള വിഷയമാണ്. മരണം എന്ന് പറയുന്നത് ഇനി സുഖാഡംബരങ്ങളോടെ ജീവിക്കാൻ അതിന് മാറ്റങ്ങളില്ല, അതുപോലെ ജീവിക്കാനുള്ളതാണ്. പക്ഷെ അങ്ങോട്ട് പോണം. ആ പോണ പോക്കിലാണ് നമ്മൾ ഈ മരണപ്പെട്ടവരുമായിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് പിന്നെ കുറെ ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ വയനാടൊക്കെ മരണപ്പെട്ടപ്പോഴേ ചില ആളുകളുടെ കൈകൾ കിട്ടി, ചില ആളുകൾക്കൊന്നും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇന്നലൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്നറിയും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേ ഒരാൾക്ക് അവയവം കിട്ടുകയാണെങ്കിൽ, ആൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അയാളൊരു അവയവം കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ആ അവയവം നമ്മൾ കുളിപ്പിച്ച് നിസ്കരിച്ച് മറവ് ചെയ്യണമെന്നാണ്. വലോ ഉജിത ഒളിവ് മുസ്ലിമിൻ ഒലിമൗതു, മരണപ്പെട്ടു എന്നുറപ്പുള്ള ഒരാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? സുല്ലിയാലയും ഉജൂബ, നിർബന്ധമായും അത് കുളിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കണം. കമാ ഫഅലഹു സ്വഹാബ, മഹാനായ പ്രവാചകൻ പുണ്യനബി മുഹമ്മദ് മുസ്തഫാന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് സ്വഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മുമ്പും കഴിഞ്ഞതാണ്. മക്കയിൽ നിൽക്കുമ്പോഴുണ്ട് ഒരു പരുന്ത് ഒരു മനുഷ്യന്റെ കയ്യുമായി പറന്നു വരുന്നു. മരത്തിൽ വെച്ച് അത് തിന്നാൻ വേണ്ടി നിൽക്കുമ്പോഴേ അത് പെട്ടെന്ന് നിലത്തേക്ക് വീണുപോയി. പുറത്തേക്ക് വീണപ്പോൾ അതൊരു മനുഷ്യന്റെ കൈയാണ്. ആയിടെയാണ് സുഫീൻ വലിയ യുദ്ധം നടക്കുന്നത്. അന്ന് അത് പങ്കെടുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പിന്നെ അന്ന് മരണപ്പെട്ട ആളാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൈയാണ് ഈ പക്ഷി പരുന്ത് കൊത്തിക്കൊണ്ടുപോയി ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണുപോയതാണ്. വീണുപോയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് അബ്ദുറഹ്മാൻ ഇതാബിന്റെ കൈവിരലിന് കൈയാവുന്ന ഒരു മോതിരമുണ്ടായിരുന്നു. നമ്മുടെ ഈ മോതിരല്ലേ,
പലപ്പോഴും നമ്മളെ തിരിച്ചറിയാൻ കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്നത് മോതിരമാണ്. വസ്ത്രങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും, കൈകളിലുള്ള വാച്ചൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെണ്ണുങ്ങന്മാരാണെങ്കിൽ വളകളാണ്. ഇത് ശരിയെന്ന് പറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ്. വിരലുണ്ടെങ്കിൽ, കൈയിൻ്റെ അടുത്ത് വിരലുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിച്ച് മുമ്പിലേക്കാണ്, നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയൂലെന്നുള്ളതാണ്. നമ്മുടെ തലയില്ലെങ്കിൽ നമ്മുടെ ഉടലുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിന് പോലും തിരിച്ചറിയാൻ കഴിയൂലെന്നുള്ളതാണ്. തലയുണ്ടാകുമ്പോൾ, വേഷങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ തിരിച്ചറിയും. ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മുടെ കാല് മുറിച്ചിട്ട് നമുക്ക് തന്നാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഉതൈബ റളിയല്ലാഹു അൻഹുവിനെ കിട്ടാതെ പോയ മയ്യിത്താണ്. അദ്ദേഹത്തിന്റെ കൈ ഒരു പരുന്ത് കൊത്തിക്കൊണ്ടുവന്ന് നിലത്തിട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൈയാണെന്ന് മനസ്സിലായത്. അത് എടുത്ത് കുളിപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് കഫൻ ചെയ്തുകൊണ്ട് ദഫൻ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കുളിപ്പിക്കൽ നിർബന്ധമുള്ള ചില വയനാട് അതിനൊരു ഉദാഹരണമാണ്. മുസ്ലിങ്ങളും തിങ്ങിനെ പാർക്കുന്ന ഇടങ്ങളാണ്. അവിടെ ഒരാളെ കിട്ടിയാൽ ഇത് ഏതാണ്, മുസ്ലിമാണ്, നിർബന്ധമായി കുളിപ്പിച്ചോളണമെന്നാണ്. ഇതാരാണെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ വന്നാലോ എല്ലാരെയും കുളിപ്പിക്കുകയും എല്ലാവർക്കും നിസ്കരിക്കുമാണ്. ഇന്ന ആളാന്ന് അറിയാതെ വന്നാൽ കുളിപ്പിക്കൽ അവിടെ നിർബന്ധമാണ്. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഓരോരോ മയ്യത്ത് എടുത്തുകൊണ്ട് നിസ്കരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം വിശ്വാസിയായ ഒരാളാണെങ്കിൽ ഫർളായ നിസ്കാരം ഇദ്ദേഹത്തിന്റെ മേലെ നിസ്കരിക്കണം. അല്ലാഹു അക്ബർ, ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഒരു പക്ഷെ മുസ്ലിം അല്ലെങ്കിൽ നിസ്കരിക്കാൻ ബാധയില്ലാത്തത് കൊണ്ടാണ്. മുസ്ലിമിന്റെ മയ്യത്താണെങ്കിൽ ആ മുസ്ലിമിന്റെ മേലെ മയ്യത്ത് നിസ്കാരം നിർബന്ധമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ മഹാന്മാരെ പഠിപ്പിച്ചു തന്നതാണ്. പിന്നെ ചിലയിടത്തൊക്കെ കാണാറുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. മരിച്ച വീട്ടിൽ പോയി ഒരു ആണ് മരണപ്പെട്ടപ്പോഴ് ഞാൻ അവിടെ പോയി ഉള്ളത് സംഭവിച്ചത് പറയാം. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട് പെണ്ണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുണ്ട്. ആളുകൾ ആ ഒരു കുട്ടിയെ വിട്ടുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ്, ഞാനും ഭർത്താവും ഇതിലെ ഭാര്യ ഭർത്തൃബന്ധം നടന്നതാണ്, എൻ്റെ ഭർത്താവ് കുളിച്ചിട്ടില്ല, അതുകൊണ്ട് കുളിപ്പിക്കുന്നവരുടെ പറയണം എൻ്റെ ഭർത്താവ് വലിയ ശുദ്ധിയുള്ളവനാണ്, കുളിപ്പിക്കുക നിയ്യത്ത് ചെയ്യാൻ വേണ്ടി പറയണം. ആരാ പറഞ്ഞേക്കെന്നറിയോ? സ്വന്തം ഭാര്യ. ഞാൻ കേട്ടതാണ്. ഒരു മയ്യത്ത് കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴേ ഇതിൻ്റെ ആവശ്യമുണ്ടോ? പല ആളുകളും അങ്ങനെ മനസ്സിലാക്കിയത്. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള ജനാപത്തുള്ള ആളുകൾ മരണപ്പെടുന്നു, അതുപോലെ ഹൈദുള്ള പെണ്ണുങ്ങന്മാർ മരണപ്പെടുന്നു. അവരൊക്കെ നീ കുളിപ്പിക്കുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണത്. ജനാപത്ത് കൂടിയ ഞാൻ ഉയർത്തുന്നു, കുളിപ്പിക്കുന്നു ഏത് ചെയ്യേണ്ടതുണ്ടോ? അത് അറിയാത്തത് കൊണ്ട് വന്നതാണ്. മഹാന്മാര് ശരിക്കും അതിനെക്കുറിച്ച് താഴ്വ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജനാപത്തുകൾ കൊണ്ട് ഉണ്ടായ കുളിയൊഴിയുന്നു മരണം കൊണ്ട്. ഇത്രേ കൊണ്ടു. ഹൈലും നിഫാസ് ജനാപത്തിവകൾ കൊണ്ട് ഉണ്ടായ കുളിയൊഴിയുന്നു മരണം കൊണ്ട്. ഹൈതുണ്ടെങ്കിലും അത്ര വലിയ അശുദ്ധി കുറേ ഉണ്ടെങ്കിലും അതെല്ലാം മരണത്തോടുകൂടി കഴിഞ്ഞു. ഇനി മരിച്ചാൽ ആ മരണത്തിന്റെ കുളിയോടുകൂടി അതൊക്കെ തീർന്നു. ഇനി ജനാപത്തുണ്ടായെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു വസീൽ മലായിക്ക എന്ന് പറഞ്ഞ് പേര് കേട്ടൊരു മഹാനുണ്ട്, ഹൽനലത്ത് ബിൻ അബീ ആമിർ അൻസാരിയാണ്. ആ മഹാനുഭാവൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായ വലിയ മഹാനാണ്. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. മഹാനായ പ്രവാചകൻ അറിയാം ഹൽനലത്ത് ബിൻ അബീ ആമിർ ഷഹീദായിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിന് വസീൽ മലായിക്ക എന്ന പേര്, അങ്ങനെ ഒരു സ്ഥാനപ്പേരാണ്. മലക്കുകൾ കുളിപ്പിച്ച ആള് എന്നാണ് മൂപ്പരെ കുറിച്ച് പറയാം. അങ്ങനെ ചരിത്രം ഇസ്ലാം ഹിസ്റ്ററി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ കുളിപ്പിച്ചാലും നമ്മൾ കുളിപ്പിക്കണം. അമുസ്ലിമായ ആൾക്കും വേണമെങ്കിൽ കുളിപ്പിക്കാൻ ഫർള് കൂടും. കാരണം നിയ്യത്തൊന്നുമില്ലല്ലോ, ശരീരമാസരം വെള്ളമാക്കിയാൽ മതിയല്ലോ എന്നതുപോലെ മലക്കുകൾ കുളിപ്പിക്കണത് കണ്ടാലും നമ്മൾ കുളിപ്പിക്കണം നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ കണ്ടാവും നമുക്ക് സംശയം ഉണ്ടാവും. അള്ളാഹു റസൂലിന്റെ കാലത്താണ് മഹാനായ ഹൻദല റളിയല്ലാഹു വഫാത്താകുന്നത്, ഷഹീദാകുന്നത്. അങ്ങനെ വന്ന് പ്രവാചകൻ ഈ മലക്കുകൾ ഇദ്ദേഹത്തെ കുളിപ്പിക്കുന്നത് കണ്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ വീട്ടിലേക്ക് പോയി. ഇന്ന സഹാബ ഇൻദമാ ദഹബൂ ലി ഇഖ്ബാരി സൗജതി ബി ഖബരി ഇസ്തിശ്ഹാദിഹി, നിങ്ങളുടെ ഭർത്താവ് ഹൻദല ഇബ്നു അബീ ആമിർ അൻസാരി യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് എന്നുള്ള വിവരം പറയാൻ ഭാര്യന്റെ അടുത്തേക്ക് പോയതാണ്. ഭാര്യന്റെ അടുത്തേക്ക് പോയപ്പോഴേ അദ്ദേഹം അവര് പറയാൻ ഞാനും അവരുമായി ഭാര്യഭർത്തൃബന്ധം നടന്ന അതേ സ്പോട്ടിലാണ് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നത്. പ്രവാചകന്റെ യുദ്ധത്തിന്റെ ഉഹദ് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ
പിന്നീട് അവിടെ ഒന്നുമില്ല, ഉള്ളതും കൊണ്ട് ഓടലാണ്. കുളിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഭക്ഷണമുണ്ടെങ്കിൽ അത് വച്ച് അതൊന്നും കഴിക്കാതെ ഓടിപ്പോവാൻ. എന്റെ ഭർത്താവ് ഇന്നലെ അങ്ങനെ ഓടിപ്പോതാണ്, കുളിച്ചിട്ടില്ല എന്ന് പറയാം. ഇത് പറഞ്ഞപ്പോൾ ഷഹീദായോ? ആ ഷഹീദായി എത്ര ലാഘവത്തോടെ ഇവർക്കത് കാണുന്നത്. മരണം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റാണത്. അവന് ഈ ഭൂമുഖത്തിൽ നിന്ന് പോകാൻ, ഇനി വലിയ നന്മകളിലേക്ക് സന്തോഷങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരമാണത്. ഇങ്ങനെയാണ് മരണത്തെ നമ്മൾ കാണുന്നത്. ഇവർക്ക് എത്ര കണ്ടുള്ളൂ. നിങ്ങളെ ഭർത്താവ് ഷഹീദാണെന്ന് പറഞ്ഞപ്പോഴേ തന്നെ ഇന്നലെ ഞാനുമായി ബന്ധം നടന്നതാണ്, കുളിച്ചിട്ടില്ല എന്ന വിവരമാണ് പറഞ്ഞു കൊടുക്കണത്. അപ്പോഴും എന്തെങ്കിലും എൻ്റെ ഭർത്താവിന് സംഭവിക്കുമെന്ന് കരുതിയിട്ടാണ്. ഷഹീദാണ്, ഷഹീദിനെ കുളിപ്പിക്കണ്ട എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു, ഷഹീദിനെ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും കുളിപ്പിക്കണ്ട. അവരെ മഹാന്മാരായ മലക്കുകൾ കുളിപ്പിക്കുന്നത് ആലിപ്പഴത്തിന്റെ നല്ല തണുത്ത വെള്ളം കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട പ്രിയതമൻ ഹൻലലയെ മലക്കുകൾ കുളിപ്പിക്കുന്നത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവരോട്. ഞാൻ പറഞ്ഞത്, ഇത് ഒന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയ്യത്ത് പോലും നിർബന്ധമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണിത്. ആർക്കും ഏത് സന്ദർഭങ്ങളിലും കുളി എന്ന് പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പിന്മാറേണ്ടവരല്ല നമ്മൾ. നമുക്ക് അറിയുമെന്ന് തന്നെ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് മരണപ്പെട്ട് കുളിപ്പിക്കാൻ പറ്റാതെ വന്നാൽ അവർക്ക് മൈത്ത് നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം കുളി നടന്നില്ലല്ലോ, മൈത്ത് നിസ്കരിക്കേണ്ടതെന്നുള്ളതാണ്. ചില ആളുകളൊക്കെ നമ്മൾ വെള്ളത്തിലോ മറ്റോ പോയി കാണാതെ പോയി മരണപ്പെട്ടു എന്ന് കേട്ടാൽ കുളിപ്പിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ മയ്യത്തിന്റെ കത്തടിച്ചിട്ട് എല്ലായിടത്തും കൊടുക്കുകയാണ്. അത് ശരിയാവില്ല എന്നാണ് പണ്ഡിതന്മാരെ പറഞ്ഞത്. കുളി ഉണ്ടെങ്കിലേ മയ്യത്ത് നമസ്കാരം ശരിയാവുകയുള്ളൂ. അവന്റെ മേലിൽ ഒരു ഹയാത്തുള്ള ഒരാളെ നിസ്കാരം ശരിയാവണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? കുളിക്കണം, വലിയ ശുദ്ധി ഉയർത്തണം. മരണത്തോടെ അവന് കുളി നിർബന്ധമായി കുളിപ്പിച്ചു കൊടുക്കേണ്ടത് മറ്റുള്ളവർ അവർക്ക് സാധ്യമായില്ല. അതുകൊണ്ട് അവരുടെ പേര് മയ്യിസ്കാരം പോലും വേണ്ട എന്നാണ്. എന്നാൽ വേണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് ഒരാൾ കെട്ടിടത്തിന്റെ ചുവട്ടിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. എത്രയോ നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. അങ്ങനെയൊക്കെ വന്നാൽ അങ്ങനെയുള്ള മയ്യത്തുകളെ പുറത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ നിസ്കാരമില്ലെന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് എപ്പോഴും വരാറുള്ള ഈ മരണം ആരെ വീട്ടിലും അത് വരാം, എപ്പോഴും വരാം. അത് മുൻകൂട്ടി അറിയിക്കാതെ വരുന്ന വിഷയങ്ങളാണ്. ആ അതിഥി എപ്പോൾ വന്നാലും അതിഥിയുടെ കൂടെ തന്നെ ഇറങ്ങി പോകേണ്ടി വരും. എപ്പോഴാണെങ്കിലും ഈമാനോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം നമ്മളെ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ദീനി പഠിച്ചതുപോലെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.